ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ചെമ്മനപ്പൂവിൻ്റെ പുതിയൊരു എപ്പിസോഡ് വീഡിയോയിലേക്ക് സ്വാഗതം. എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്ന ദേഷ്യം പ്രകടിപ്പിച്ചുകൊണ്ട് നമ്മുടെ രേവതിയുടെ കൈ പൊള്ളുന്ന സമയത്ത് സച്ചി വേഗം എന്ത് പറ്റി രേവതി, എന്താ ഇതൊക്കെ ശ്രദ്ധിക്കണ്ടേ എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്ക് മാറി നിൽക്കുക അവിടുന്ന് എന്ന് പറഞ്ഞുകൊണ്ട് ദേഷ്യം പ്രകടിപ്പിക്കുന്ന രേവതിയെ കാണിച്ചുകൊണ്ടാണ് ഇന്നലത്തെ എപ്പിസോഡ് അവസാനിച്ചത്. ശേഷം വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ രേവതിയുടെ അടുത്തേക്ക് സച്ചി ചെല്ലുന്ന സമയത്ത് രേവതി ഇങ്ങനെയൊക്കെ പെരുമാറുന്ന കാണുമ്പോഴത്തേക്കും സച്ചിക്ക് ഭയങ്കരമായിട്ടൊന്ന് സങ്കടമാവുകയാണ്. ഈ ഒരു സമയത്ത് രേവതി പറയുന്നുണ്ട്, എല്ലാം നിങ്ങളുടെ അഭിനയമാണ്, നിങ്ങൾ മാറിയെന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. നിങ്ങൾക്ക് എന്നോടോ എൻ്റെ വീട്ടുകാരോടോ കുറച്ചെങ്കിലും സ്നേഹം ഉണ്ടായിരുന്നെങ്കിൽ അവൻ ഇതുപോലെ നിങ്ങൾ തല്ലിച്ചതയ്ക്കുമായിരുന്നു. അവനൊരു കോളേജിൽ പഠിക്കുന്ന കുട്ടിയാണെന്ന് പോലും നോക്കാതെയല്ലേ നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്ത് കൂട്ടിയത് എന്നൊക്കെ പറയുമ്പോഴത്തേക്കും സച്ചിക്ക് സത്യാവസ്ഥകളെല്ലാം തന്നെ രേവതിയോട് തുറന്നു പറയണമെന്നുണ്ടെങ്കിലും രേവതിക്ക് സങ്കടമാകുമല്ലോ എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് സച്ചി ഒന്നും തന്നെ പറയുന്നില്ല കേട്ടോ. അതിനുശേഷം രേവതി ഇതേ രീതിയിൽ, അതായത് തൻ്റെ അനിയനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് സച്ചിയെ കുറ്റപ്പെടുത്തിക്കൊണ്ട് തന്നെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം കേട്ട് ആകെ സങ്കടത്തിലാവട്ടെ സച്ചി ഹാളിൽ ചെന്നിരുന്നതിന് ശേഷം രേവതിയോട് എല്ലാ സത്യങ്ങളും തുറന്നു പറഞ്ഞാലോ എന്നൊക്കെ ചിന്തിക്കുന്നുണ്ടെങ്കിലും വേണ്ട, അവളിപ്പോൾ എല്ലാ സത്യങ്ങളും അറിഞ്ഞു കഴിഞ്ഞാൽ അവൾക്ക് ആകെ സങ്കടമാവും, സത്യങ്ങളെല്ലാം എൻ്റെ ഉള്ളിൽ തന്നെ ഇരിക്കട്ടെ എന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ചു കൂട്ടുകയാണ് സച്ചി. ഇതേ സമയം തന്നെ രേവതിയും ആകെ സങ്കടത്തിലാണ്. കാരണം സച്ചിനോട് ഇതേ രീതിയിൽ പെരുമാറിയതിൻ്റെ പേരിൽ രേവതിക്കും ചെറിയൊരു സങ്കടങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നീട് കാണിക്കുന്നത് ഇവരുടെ പിണക്കങ്ങളെല്ലാം തന്നെ നല്ല രീതിയിൽ തന്നെ ആഘോഷിക്കുകയാണ് ചന്ദ്ര ഭാമയെ വിളിച്ചിട്ട് പറയാണ്, പൂക്കാരിയും അതുപോലെ ഡ്രൈവറും തമ്മിൽ രണ്ട് ധ്രുവങ്ങളിലേക്ക് പോകാൻ പോവുകയാണ്, എനിക്കെന്തായാലും ഭയങ്കര സന്തോഷമായി എന്നൊക്കെ പറയുന്ന സമയത്ത് ഭാമ ചോദിക്കുന്നുണ്ട്, സച്ചിയും രേവതിയും പിണങ്ങി കഴിഞ്ഞാൽ നിനക്ക് ഇത്രയ്ക്ക് സന്തോഷമാണോ ചോദിക്കുന്ന സമയത്ത് അതെ, രണ്ടുപേരും രണ്ട് ധ്രുവങ്ങളിലായി കഴിഞ്ഞാൽ എനിക്ക് വളരെയധികം സന്തോഷമാണ്. എന്തായിരുന്നു അവക്കടെ അഹങ്കാരം, അവരെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അവൾക്ക് വേദനിക്കുന്നു, അവൾക്ക് വേണ്ടിയിട്ട് ഭക്ഷണം വാങ്ങിച്ചു കൊടുക്കുന്നു, ആൽബം മേടിച്ചു കൊടുക്കുന്നു, എന്തൊക്കെയായിരുന്നു ഇവിടുത്തെ പ്രകടനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെല്ലാം ദേ വെള്ളത്തിൽ വരച്ച വര പോലെയായില്ലേ. എന്തായാലും ഇരുവരും രണ്ട് ധ്രുവങ്ങളിലായി കഴിഞ്ഞാൽ പടക്കം പൊട്ടി ആഘോഷിക്കും, മാത്രമല്ല പായസം വെക്കുന്നത് നീയും വന്നട്ടോ ഭാമയെന്നൊക്കെ പറയുന്ന സമയത്ത് അതിൽ നിന്ന് നീ എന്നെ വിളിച്ചാൽ മതി, ഞാൻ വരാലോ എന്നൊക്കെ നമ്മുടെ ഭാമ മറുപടി പറയുകയാണ്. അങ്ങനെ വളരെയധികം സന്തോഷത്തോടു കൂടി തന്നെ, അതായത് സച്ചിയും രേവതിയും തമ്മിലുള്ള പിണക്കത്തിലേക്ക് പോകുന്നത് നമ്മുടെ ഭാമ വലിയൊരു ആഘോഷമാക്കിയാണ്. അതിനുശേഷം കോള് കട്ട് ചെയ്തിട്ട് നേരെ നോക്കുന്നത് രവിയുടെ നേർക്കാണ് കേട്ടോ. രവിയെ കാണുമ്പോഴത്തേക്ക് ചന്ദ്ര ഒന്ന് പതുങ്ങുന്നുണ്ട്. രവിയുടെ അടുത്തേക്ക് പതുക്കെ തല താഴ്ത്തിയാട്ടോ, അതായത് രവിയേട്ടനെല്ലാം കേട്ട് കാണുമല്ലോ, അതുകൊണ്ട് തന്നെ എന്തെങ്കിലും രവിയേട്ടൻ പറയുമെന്നറിയാവുന്നതുകൊണ്ട് തന്നെ തല താഴ്ത്തിക്കൊണ്ടാണ് ചന്ദ്ര രവിയുടെ ഫ്രണ്ടിൽ കൂടെ പോകുന്ന സമയത്ത് രവി പറയുന്നുണ്ട്, ചന്ദ്ര ഒന്ന് നിന്നെ, വീട്ടിൽ നടക്കുന്ന സംഭവങ്ങൾ അയൽവക്കത്തെ വിളിച്ചു പറഞ്ഞ് അത്ര നല്ല സ്വഭാവമൊന്നും അല്ല എന്ന് പറയുന്ന സമയത്ത് ഞാനതിന് വേറെ ആരോടും അല്ല രവിയേട്ടാ, ഭാമയോടാണ് പറഞ്ഞത് എന്ന് പറയുകയാണ് കേട്ടോ നമ്മുടെ ചന്ദ്ര. ഈ ഒരു സമയത്ത് രവി പറയുന്നുണ്ട്, എന്താണെങ്കിലും അത് നല്ല സ്വഭാവമല്ല, ഞാൻ നിന്നെ പറ്റിയുള്ള കുറച്ച് കുറ്റങ്ങളൊക്കെ അക്ഷയനോട് പറഞ്ഞു കൊടുക്കട്ടെ എന്ന് ചോദിക്കുന്ന സമയത്ത് എന്നെ പറ്റിയുള്ള കുറ്റങ്ങളോ എന്തിന് എന്ന് ചന്ദ്ര ചോദിക്കുന്ന സമയത്ത് നിന്നെപ്പറ്റി ആർക്കും ഒന്നും തന്നെ പറയാൻ പാടില്ല അല്ലേ, നിന്റെ കൂട്ടുകാരുടെ ഭാമയോടല്ലേ നീ പറഞ്ഞത്, ഞാൻ എൻ്റെ കൂട്ടുകാരൻ്റെ അശോകനോട് പറഞ്ഞു കൊടുക്കാം, നീ ഇവിടെ എന്തൊക്കെ ചെയ്ത് കൂടുന്നതെന്ന് അവനും കൂടെ ഒന്ന് അറിയട്ടെ, നാട്ടുകാർ ഫുള്ളൊന്നൊക്കെ ഒന്ന് അറിഞ്ഞു വരട്ടെ എന്നൊക്കെ ഇങ്ങനെ രവി പറയുമ്പോഴത്തേക്കും അല്ല, ഞാനിപ്പോൾ ഭാമയോട് സംസാരിച്ചാണ് കുറ്റം, എന്തായാലും ഇവർ തമ്മിൽ പിണങ്ങുന്നത് ഞാൻ പറയാതെ തന്നെ നാട്ടുകാരെല്ലാവരും അറിയും, അത് മാത്രമല്ല എന്തായാലും രണ്ടുപേരും രണ്ട് ധ്രുവങ്ങളിലാവും എന്നൊക്കെ ചന്ദ്ര പറയുന്ന സമയത്ത് അതൊക്കെ നിന്റെ സ്വപ്നങ്ങളാണ് ചന്ദ്ര, ഇതൊന്നും നടക്കാൻ പോകുന്നില്ല, രേവതി സച്ചിയും പണ്ടത്തെ പോലെ തന്നെ സ്നേഹത്തോടെ തന്നെ ജീവിക്കും എന്നൊക്കെ രവി പറയാറുണ്ട്. ഇത് കേട്ട് ഇഷ്ടപ്പെടാതെ തന്നെ ചന്ദ്ര അവിടെ നിന്ന് പോവുകയാണ്. എന്തൊക്കെ പറഞ്ഞിട്ടും ചന്ദ്ര നന്നാവാൻ പോവുകയില്ല എന്ന് നമ്മുടെ രവി ആ ഒരു സമയത്ത് ഇങ്ങനെ പറയുകയും ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നീട് കാണിക്കുന്ന വർഷയെ ശ്രീകാന്തിനെ കേട്ടോ. വർഷയെ ശ്രീകാന്തും ജോലിക്ക് പോകാനുള്ള തിരക്കിലാണ്. ഈ ഒരു സമയം ശ്രീകാന്ത് പറയുന്നുണ്ട്, ഹോട്ടലിൽ എനിക്കൊരു പാർട്ടി ഉണ്ട്, അതിന്റെ മേൽനോട്ടം വഹിക്കുന്നത് ഞാനാണ് എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കേണ്ടത്, അതുകൊണ്ട് തന്നെ വർഷ നിന്നെ എനിക്കിന്ന് കൊണ്ടുപോയാക്കാനോ കൊണ്ടുവരാനോ സമയം കിട്ടില്ല, നീ തനിയെ പൊക്കോളെന്നൊക്കെ ശ്രീകാന്ത് പറയുന്ന സമയത്ത് ശ്രീകാന്ത് ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്താണെന്നൊക്കെ അറിയില്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. വേഗം തന്നെ ശ്രീകാന്ത് തപ്പി തടയാട്ടെ, എന്നിട്ട് പറയുന്നുണ്ട്, ഇന്നെന്തായാലും നിന്റെ ബർത്ത്ഡേ അല്ല ആനിവേഴ്സറി അല്ല എന്ന് പറയുന്ന സമയത്ത് ആര് പറഞ്ഞു ആനിവേഴ്സറി അല്ല എന്ന്, ഇത് നമ്മുടെ ആനിവേഴ്സറി ആണെന്ന് നമ്മുടെ വർഷ പറയാണ്. ഇത് കേൾക്കുമ്പോഴത്തേക്ക് ശ്രീകാന്ത് ആനിവേഴ്സറിയോ, അതിന് നമ്മുടെ കല്യാണം കഴിഞ്ഞിട്ട് മാസങ്ങളല്ലേ ആയിട്ടുള്ള വർഷ എന്ന് ശ്രീകാന്ത് പറയുന്ന നേരത്ത് അതല്ല ശ്രീകാന്ത്, നമ്മൾ തമ്മിൽ ആദ്യമായി കണ്ടുമുട്ടിയിട്ട് ഇന്നിപ്പോൾ ഒരു വർഷമായി എന്ന് വർഷ പറയാം കേട്ടോ. അല്ല ഇതൊക്കെ എങ്ങനെ ഓർത്തിരിക്കാൻ എൻ്റെ വർഷ, ഇതൊക്കെ ഓർത്തിരിക്കാനായിട്ട് സമയം വേണ്ട എന്നൊക്കെ നമ്മുടെ ശ്രീകാന്ത് ചോദിക്കുമ്പോഴത്തേക്കും നിനക്ക് എന്നോട് സ്നേഹമില്ലാത്തതുകൊണ്ട് നീ ഓർത്തിരിക്കാൻ, ഞാനെല്ലാം ഓർക്കുന്നുണ്ടല്ലോ, നീ എന്നെ ആദ്യമായിട്ട് കണ്ടത്, നീ എന്നോട് ആദ്യമായിട്ട് സംസാരിച്ചത്, നിന്നെ ഞാൻ പ്രപ്പോസ് ചെയ്തത്, അങ്ങനെ ഓരോരോ കാര്യങ്ങൾ ലിസ്റ്റ് എടുത്ത് വർഷ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ശ്രീകാന്ത് പറയുന്നുണ്ട്, ഇതൊക്കെ നിങ്ങൾ പെണ്ണുങ്ങൾക്ക് ഓർത്തിരിക്കാൻ പറ്റും, അല്ല ഞങ്ങൾക്ക് ആണുങ്ങൾക്കൊന്നും ഓർത്തിരിക്കാൻ പറ്റില്ല, ഇതൊക്കെ ഇങ്ങനെ ആഘോഷിക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടക്കണ കാര്യമാണ്. പക്ഷേ അതുമല്ല ഈ ആഘോഷം തന്നെ കണ്ടുപിടിച്ചിരിക്കുന്നത് നിങ്ങൾ പെണ്ണുങ്ങൾക്ക് വഴക്കിടാനാണ് എന്നൊക്കെ ഇങ്ങനെ ശ്രീകാന്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് നീ ഒന്നും പറയണ്ട, നിനക്ക് എന്നോട് സ്നേഹമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വർഷ ഇങ്ങനെ എണ്ണി പറക്കുകയാണ്. ഇതേ സമയത്ത് ശ്രീകാന്ത് പറയുന്നുണ്ട്, വർഷ ഇതൊക്കെ ഓർത്തിരുന്നിട്ടാണ് സ്നേഹം പ്രകടിപ്പിക്കേണ്ടതെന്ന് ചോദിക്കുമ്പോൾ അതെ, ഇതൊക്കെ ഓർത്തിരുന്ന് തന്നെ സ്നേഹം പ്രകടിപ്പിക്കുന്നത്, നീ ഇങ്ങ് വന്നേ എന്നും പറഞ്ഞുകൊണ്ട് ശ്രീകാന്തിനെ കുട്ടിക്കൊണ്ട് നേരെ ചെല്ലുന്ന രവിയുടെ അടുത്തേക്കാണ് കേട്ടോ. ശ്രീകാന്താണെങ്കിൽ ജോലിക്ക് പോകാൻ തിരക്കാനും വീട്, പക്ഷേ എനിക്ക് ജോലിക്ക് പോകണം എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ശ്രീകാന്തിനെ വലിച്ചു പിടിച്ചുകൊണ്ട് നേരെ രവിയുടെ മുന്നിൽ നിർത്തിയിട്ട്
വർഷ ചോദിക്കുന്നുണ്ട്. അങ്കിളിനോട് ഞാൻ കാര്യം ചോദിക്കട്ടെ എന്ന് ചോദിക്കുന്ന സമയത്ത് എന്താ മോളെ ചോദിച്ചോളൂ എന്ന് നമ്മുടെ രവി പറയുകയാണ്. ഈ ഒരു സമയത്ത് അങ്കിൾ ആദ്യമായിട്ട് ആന്റിയെ കണ്ടത് എവിടെ വെച്ചാണെന്ന് വർഷ ചോദിക്കുന്ന സമയത്ത് പിന്നെ അച്ഛൻ്റെ അമ്മയുടെ കല്യാണം കഴിച്ചിട്ട് ഇപ്പോൾ 30 വർഷമായി, അതൊക്കെ അച്ഛൻ ഓർത്തിരിക്കാൻ പോവുകയല്ലേ എന്നൊക്കെ ശ്രീകാന്ത് തമാശയൊക്കെ പറയുകയാണ്. ഈ ഒരു സമയത്ത് രവി പറയുന്നുണ്ട്, ചന്ദ്രയെ ഞാൻ ആദ്യമായിട്ട് കാണുന്ന 1989 മാർച്ച് 23-ന് 10 മണിക്കാണെന്ന് നമ്മുടെ രവി പറയുമ്പോഴത്തേക്കും വർഷയ്ക്ക് ഭയങ്കര സന്തോഷമാവുന്നുണ്ട്. എന്നാൽ ശ്രീകാന്തിന്റെ മുഖം വേഗം മാറുകയാണ് കേട്ടോ. കാരണം ഇത്ര കറക്റ്റായിട്ട് അച്ഛൻ ഈ കാര്യം പറഞ്ഞെങ്കിൽ താനിതൊന്നും ഓർക്കുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വർഷയുടെ നിന്ന് നല്ലത് കിട്ടുമെന്ന് ശ്രീകാന്തിന് അറിയാം. അതുകൊണ്ട് തന്നെ ശ്രീകാന്ത് അന്തം വിട്ട് നിൽക്കുകയാണ്. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, അച്ഛൻ എങ്ങനെയാ ഇതൊക്കെ ഓർത്തിരിക്കുന്നതെന്ന് ചോദിക്കുമ്പോഴത്തേക്കും വർഷ പറയുന്നത്, അതങ്ങനെയാണ്, സ്നേഹിക്കുന്നവർക്ക് ഒരു ഡേറ്റും മറന്നുപോലെ എല്ലാ കാര്യങ്ങളും ഓർത്തിരിക്കും എന്നൊക്കെ വർഷ പറയുകയാണ് കേട്ടോ. ഈ ഒരു സമയത്ത് രവി പറയുന്നുണ്ട്, ഞാൻ എല്ലാം തന്നെ ഓർക്കുന്നുണ്ട്. അന്നാണ് ഞാൻ ആദ്യമായിട്ട് ചന്ദ്രയെ പെണ്ണ് കാണാൻ ചെല്ലുന്നത്. ആ ഒരു സമയത്ത് അവൾ ഇട്ടിരുന്ന ഡ്രസ്സ് മഞ്ഞയിൽ പൂക്കളുള്ള ഡ്രസ്സായിരുന്നു. കൈ നിറച്ചും കുപ്പിവള, കാലിൽ കൊലുസെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ചന്ദ്രയെക്കുറിച്ച് ആദ്യമായി കണ്ടപ്പോഴുള്ള വർണ്ണനകളെല്ലാം തന്നെ അങ്ങനെ രവി പറയാണ്ട്. ഇത് കേൾക്കുമ്പോഴത്തേക്കും പക്ഷേ ശ്രീകാന്തിനൊന്ന് രൂക്ഷമായിട്ട് നോക്കുക കേട്ടോ. എന്നിട്ട് പറയുന്നത്, ഇതാണ് സ്നേഹം, എങ്ങനെയാണ് സ്നേഹിക്കേണ്ടതെന്നൊക്കെ പറഞ്ഞത് നമ്മളെ ശ്രീകാന്തിനെയും കൂട്ടിക്കൊണ്ട് അടുത്ത് ചെല്ലുന്നത് ചന്ദ്രയുടെ അടുത്തേക്കാണ് കേട്ടോ. ചന്ദ്രയുടെ അടുത്ത് ചോദിക്കുന്നുണ്ട്, ആൻറ്റി ആദ്യമായിട്ട് അങ്കിളിനെ കണ്ടത് എവിടെ വെച്ചാന്ന് ഓർക്കുന്നുണ്ടോ എന്ന് ചോദിക്കുന്ന സമയത്ത് അതൊക്കെ എവിടെ ഓർത്തിരിക്കാനാണെന്ന് നമ്മുടെ ചന്ദ്ര മറുപടി പറയുമ്പോഴത്തേക്കും, വെറുതെ അല്ല, നിനക്ക് നിന്റെ അമ്മയുടെ സ്വഭാവമാണ് കിട്ടിയേക്കുന്നതെന്ന് നമ്മുടെ വർഷ ശ്രീകാന്തിനോടായിട്ട് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കേൾക്കുമ്പോഴത്തേക്കും എന്തൊരു പന്തികേട് മനസ്സിലായിക്കൊണ്ട് തന്നെ ചന്ദ്ര പറയുന്നുണ്ട്, അല്ല മോളെ, എനിക്ക് കുറച്ച് ഓർമ്മക്കുറവുണ്ട്, മറവി കാരണം ഞാൻ മറന്നു പോയതാണെന്നൊക്കെ പറയുന്ന സമയത്ത് ആൻറ്റിയുടെ മറവി ഇതുപോലെ തന്നെ ശ്രീകാന്തിനും കിട്ടിയിട്ടുണ്ട്. പക്ഷെ അങ്കിൾ അങ്ങനെയല്ല കേട്ടോ. ആൻറ്റി ആദ്യമായിട്ട് കണ്ടതും ആൻറ്റീനോട് ആദ്യമായിട്ട് സംസാരിച്ചതും ആൻറ്റി അന്നിട്ടുന്ന ഡ്രസ്സുകൾ വരെ അങ്കിളിന് ഓർമ്മ എന്ന് പറയുമ്പോഴത്തേക്കും ചന്ദ്രയ്ക്ക് ഭയങ്കര സന്തോഷമാണ്. കാരണം രവിയേട്ടൻ ഇത്രയധികം തന്നെ സ്നേഹിക്കുന്നുണ്ട്, ഇപ്പോഴും തന്നെ പറ്റിയുള്ള ഓർമ്മകൾ സൂക്ഷിക്കുന്നുണ്ടെങ്കിൽ എത്രമാത്രം രവിയേട്ടൻ തന്നെ സ്നേഹിക്കുന്നുണ്ടാവും എന്നൊക്കെയുള്ള ആ ഒരു ഓർമ്മ കാരണം കുറച്ച് നിമിഷത്തേക്കാണ് ചന്ദ്ര റൊമാൻറ്റിക് മൂഡിലേക്ക് മാറേണ്ടത്. അപ്പോൾ ചന്ദ്രയുടെ ഈ ഒരു പെരുമാറ്റം കാണുമ്പോൾ ശ്രീകാന്തും വർഷയും പരസ്പരം മുഖത്തോട് നോക്കുന്ന പുഞ്ചിരിക്കുന്നൊക്കെയുണ്ട്. അതിനുശേഷം വർഷ ശ്രീകാന്തിനെ കൂട്ടിക്കൊണ്ട് അടുത്ത റൂമിലേക്കാണ് ചെല്ലുന്നത്. ആ ഒരു സമയത്ത് നമ്മുടെ ചന്ദ്ര നേരെ രവിയുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. രവിയുടെ അടുത്ത് നിന്ന് രവിയേട്ടാ എന്ന് വിളിക്കുന്ന സമയത്ത് രവി ഇങ്ങനെ ഒരു പ്രത്യേക സ്റ്റൈലിൽ ചന്ദ്രയെ നോക്കുകയാണ്. എന്നിട്ട് പരസ്പരം രണ്ടുപേരും മുഖത്തോട് മുഖം നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ചന്ദ്ര ചോദിക്കുന്നുണ്ട്, രവിയേട്ടന് കാപ്പി വേണമെന്ന് പറഞ്ഞില്ലേ, ഞാൻ ഇപ്പം കൊണ്ടുവരാട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു നാണത്തോട് കൂടിയിട്ട് അടുക്കളയിലേക്ക് പോകട്ടെ. ഒരു സമയത്ത് രവി ഇങ്ങനെ പറയുകയാണ്, അന്ന് ഞാൻ ആദ്യമായി കണ്ടപ്പോൾ ചന്ദ്രയുടെ മുഖം അതേ ഭാവം അതേ രൂപം, കുറച്ച് വണ്ണം വെച്ചിട്ടുള്ളൂ, പക്ഷെ അന്നത്തെ സൗന്ദര്യം അതേപോലെ തന്നെ എന്നൊക്കെ ഇങ്ങനെ രവി ഇങ്ങനെ പറയുന്നത് കേട്ടുകൊണ്ട് ആകെ നാണിച്ചു നിൽക്കുന്ന ചന്ദ്രയെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും കൂടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ.